ഓക്കെ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ ബോക്സ് ഓഫ് ഹാപ്പിനെസ് കയ്യിരിപ്പുണ്ട്. ടീറക്സിൻ്റെ ബോക്സ് അങ്ങനെ കൈ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്, കാരണം എനിക്ക് കുറേ നാളത്തെ വെയിറ്റിംഗ് സെഷൻ കിട്ടിയല്ലേ, ഭയങ്കര എക്സൈറ്റഡ്. എന്തായാലും നമുക്ക് ബോക്സിൻ്റെ പുറത്ത് ജസ്റ്റ് നോക്കാം. പിന്നെ അതിന് മുമ്പായിട്ടെ ഇത് കണ്ടോ, ഈ ഓന്നിൻ്റെ ചിഹ്നം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രസമല്ലേ, വളരെ സിമ്പിളാണ് പക്ഷേ അടിപൊളിയാണ്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് സെപ്പ് എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ടുണ്ട്. ബോത്ത് ആൻഡ്രോയിഡും iOS വർക്ക് ചെയ്യും. അതാണ് ഞാൻ Amazfit ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. കാരണം ഒരുമാതിരിപ്പെട്ട വാച്ച് ഒന്നും നമുക്ക് iOS വർക്ക് ചെയ്യത്തില്ല. കാരണം മേടിച്ച് കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ആക്കി അത് ക്രാഷ് ആയി പോകും, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണക്റ്റ് ആവും, സമയം മാത്രം നോക്കാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് iOS യൂസേഴ്സ് ശ്രദ്ധിക്കുക, Amazfit നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് മാത്രമല്ല, Amazfitൻ്റെ വേറെയും കുറേ വാച്ചുകളുണ്ട്, നമുക്ക് ടൈം വെച്ച് ഓരോന്ന് കാണിക്കാം. അപ്പം ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി മേടിച്ചാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡുവൽ ബാൻഡ് ആൻഡ് GNSS എന്ന് എഴുതിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, GPS ആണ്. ഇതിൻ്റെ GPS ഫീച്ചേഴ്സ് കുറേ ഉണ്ട്, അത് നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്യാം. അതുപോലെ ലോ ടെമ്പറേച്ചർ ഓപ്പറേഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഐസിനകത്തൊക്കെ ആൾക്കാർ യൂസ് ചെയ്യാറ്. അപ്പം എന്ന് വെച്ചാൽ അത്രയ്ക്ക് കോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ടച്ച് സ്ക്രീൻ അഥവാ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ 4 സൈഡിലായിട്ട് കൊടുത്തേക്കുന്ന ഇൻഡിക്കേഷൻ ബട്ടൺസ് കൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് വാച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ടച്ച് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യമുണ്ട്. അണ്ടർ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് ബാറ്ററി ലൈഫ് Amazfit 24 days ആണ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ഫുൾ പൊട്ടൻഷ്യലോടെ ഉപയോഗിച്ചാൽ തന്നെ ഏകദേശം 3 days 4 days കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് 20 days ഒക്കെ എങ്ങനെ പോലും കിട്ടുന്നുണ്ട് ബാറ്ററി ലൈഫ്. സോ അതിൻ്റെ അകത്തൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ MRP ഇതിൽ കൊടുത്തേക്കുന്നത് 21,000 ആണ്, 22,000 ആണ് കൊടുത്തേക്കുന്നത്, 21,999. പക്ഷേ അത്രയും നിങ്ങൾക്ക് പേ ചെയ്യേണ്ട വരത്തില്ല. എങ്ങനെ പോയാലും ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഒരു 15 രൂപ അത്രയൊക്കെ ആ പ്രൈസിനുള്ളിൽ കിട്ടും. പിന്നെ ബാക്കിൽ കളർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആംബർ ബ്ലാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് T-Rex 2. നമുക്ക് T-Rexന് 3 മോഡൽസാണ് വരുന്നത്. ഒന്ന് T-Rex, അതുപോലെ T-Rex Pro, അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാധനമാണ് T-Rex 2. അപ്പോൾ എന്തായാലും നമുക്ക് അധികം താമസിപ്പിക്കാതെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു സീല് വന്നിട്ടുണ്ട് Amazfit എന്ന് എഴുതിയിട്ട്. അൺബോക്സിങ്ങിന് കത്തിയൊന്നുമില്ല, നമ്മുടെ ഇവിടെ ഉള്ള ചേടാ അത്ര ഷാർപ്പല്ലിത്. വേറെ എനിക്ക് കത്തിയൊന്നും കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതങ്ങനെ ഇളക്കി ഇതെങ്ങനെ ഓക്കെ. അപ്പോൾ ഇതിങ്ങോട്ടാണ് ഗൈസ് അൺബോക്സ് ചെയ്യേണ്ടത്. ഞാനൊന്ന് തിരിഞ്ഞ് നമുക്ക് തുറക്കാം. വാ, ഭയങ്കര എക്സൈറ്റഡാന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എങ്ങനെ ഇരിക്കും എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി നല്ല എക്സൈറ്റഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വാ, വീണ്ടും പറ്റിച്ചു, വാച്ചില്ല, ചുമ്മാ നമുക്ക് അവിടെ മാറ്റിയിടാം. അപ്പോൾ വീണ്ടും നമ്മുടെ ഓന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല കളറായിട്ട് വെട്ടിത്തിളങ്ങുന്ന ഓന്ത് കേട്ടോ, കൊള്ളാം. അപ്പോൾ വീണ്ടും ഒരു പെട്ടിക്കകത്ത് മറ്റൊരു പെട്ടി. അപ്പോൾ നമുക്ക് ഇനി തുറന്ന് നോക്കാം. വാ, റെഡിയല്ലേ? എൻ്റെ ഫസ്റ്റ് ടൈം. മോനെ കണ്ട, പിന്നത്തെ വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അത് നമ്മളങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു. കിടിലൻ, ഈ പ്രീമിയം എന്നൊക്കെ പറയാം. ബ്ലാക്ക്, ഞാനത് ബ്ലാക്ക് വിത്ത് ഗോൾഡ് ആയിരുന്നു തപ്പി. ഇതിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടോ. എൻ്റെ കുഞ്ഞു പേരിലിട്ട് കാണിച്ചു തരാം, കണ്ടോ? ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ്. അപ്പ് യുവർ ഗെയിം എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അത് ഞാൻ ഈ ബോക്സിൻ്റെ ബാക്ക് സൈഡിലും ശ്രദ്ധിച്ചായിരുന്നു. അത് കണ്ടോ, അപ്പ് യുവർ ഗെയിം എന്ന് ഇവരിവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാച്ചിലും അപ്പ് യുവർ ഗെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഓക്കെ ഫൈൻ. അപ്പോൾ അതാണ് ഉള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ വാച്ച് വന്നിട്ട് ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. പീൽ ഓഫ് ടാഗ് കിടപ്പുണ്ട്. സൈഡിൽ സെറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്, ബാക്ക് വന്നിട്ടുണ്ട്, അപ്പ് വന്നിട്ടുണ്ട്, ഡൗൺ വന്നിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇവിടെ T-Rex എന്ന് മെസ്സേജ് തരും. T-Rex 2 എന്ന് കൊടുത്തിട്ടില്ല, T-Rex എന്നാണ് കൊടുത്തേക്കുന്നത്. സെയിം. ഓന്ന് ഇവിടെ ഉണ്ടല്ലോ. അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബാക്ക് സൈഡ്. ബാക്കിലും കുറച്ച് പീൽ ഓഫ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്, നമുക്കിപ്പോൾ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് വാച്ച്. കൊള്ളാം, ഞാൻ പ്രതീക്ഷ പോലെ തന്നെ കൊള്ളാം കേട്ടോ സാധനം. സൈഡിലൊക്കെ Amazfit എന്ന് എഴുതിയിട്ടുണ്ട്. വാ, പൊളി. അപ്പോൾ അങ്ങനെയാണ് വാച്ച്. നമുക്ക് എന്തായാലും വാച്ച് തൽക്കാലം സൈഡിലോട്ട് വെച്ചിട്ട് ബോക്സിനകത്ത് നിൽക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ Amazfitൻ്റെ ബോക്സ്. ഇതിപ്പോൾ ഈ സൈഡിൽ ഓക്കെ, ഇവരുടെ എല്ലാം സൈഡ് വൈസ് ആണ് തുറക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡ് തുറന്നിരിക്കുകയാണ്. സൈഡിൽ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജർ. അപ്പോൾ ഏതായാലും ഇതിനകത്ത് പവറിൻ്റെ ചിഹ്നം ഞാൻ വരച്ച് ഇവിടെ നമുക്ക് ഒന്നിനെ കാണാൻ പറ്റും. നമുക്ക് തുറന്ന് നോക്കാം. നീറ്റ് പാക്കിംഗ് ആണ്. ഓക്കെ, USB ചാർജിങ് വിത്ത് ഓക്കെ. പ്രൊഫഷണൽ അൺബോക്സിംഗ് ഒന്നുമല്ല ഗൈസ്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുകയാണ്. ഓക്കെ, ഇതിറങ്ങി. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ഈ ഒരു ടൈപ്പാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്, കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് ചാർജിങ്, നോർമൽ മാഗ്നറ്റിക് ചാർജിങ് ആണ്.
ഇപ്പോൾ വാച്ചിൻ്റെ അടിയിലേക്ക് കണ്ടോ, ഓക്കെ, ഇങ്ങനെ ഫിക്സ് ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജിങ് സിസ്റ്റം. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ബോക്സിനകത്തുണ്ടോ? ഈ ഒരു സൈഡ് നോക്കുമ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ തിങ്സ് ആണ് ഗൈസ്. സ്റ്റിക്കറൊന്നും വന്നിട്ടില്ല അല്ലേ? അമേസ്ഫിറ്റിൻ്റെ അടുത്ത് സ്റ്റിക്കറില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വാറണ്ടി റിലേറ്റഡ് പേപ്പറും അതുപോലെ തന്നെ യൂസർ മാനുവലൊക്കെയാണ്. ഇതൊക്കെ ആര് നോക്കുന്നു ഗൈസ്? അപ്പോൾ നമുക്ക് തൽക്കാലം പെട്ടിയും ബാക്കി സാമാനമൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തൽക്കാലം നമുക്ക് ചാർജറൂടെ മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. അപ്പോൾ നമുക്ക് വാച്ചിൻ്റെ ആ സ്റ്റിക്കർ അങ്ങോട്ട് ഇപ്പോൾ ഇത് കിളക്കാം. എല്ലാവരും നോക്കി വാ, സാറ്റിസ്ഫൈങ് സൗണ്ട് ഒന്നുകൂടെ കേട്ടോ. വാ, അടിപൊളി, അത് നല്ല നൈസായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. എൻ്റെ മോനെ, നമുക്ക് എന്തായാലും ഞെക്കി നോക്കാം. ഏതെങ്കിലും ഒരു ബട്ടൺ ഞെക്കി വെച്ചാൽ മതിയായിരിക്കും എന്നാണ് എൻ്റെ വിഷയം. നമുക്ക് സെറ്റ് ബട്ടൺ തന്നെ ഞെക്കി നോക്കാം ഓണാകുമോ എന്നുള്ളത്. ഓണാവണി, യാ, വൈബ്രേറ്റ് ചെയ്തു. പൊളി പൊളി പൊളി. അപ്പോൾ അമേസ്ഫിറ്റിൻ്റെ വീണ്ടും ഓന്നിനെ കണ്ടിരിക്കുകയാണ്. ഓന്ന് കളർ മാറുന്നുണ്ട് കേട്ടോ. കൊള്ളാം കൊള്ളാം, പൊളി പൊളി. അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, അടിപൊളി. ഇത് ആംബുലറ്റ് ഡിസ്പ്ലേ ആണ് ഗൈസ് ആൻഡ് സെപ്പാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ബാർകോഡ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് 77%. എന്നിരുന്നാലും ഞാനത് ഫുൾ ചാർജ് ആക്കിയിട്ടേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഫോണിനകത്ത് സെപ്പ് ആപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, നമുക്ക് സെബ് ആപ്പ് ഉണ്ട്. ഇതാണ് സെബ് ആപ്പ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പെർമിഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് സെറ്റപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഗൈസ് ഞാൻ ജസ്റ്റ് ഇത് ഇപ്പം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്കൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫോക്കസ് യെസ്, ഡൗൺലോഡിങ്, പ്ലീസ് വെയിറ്റ് ഫോർ 50 മിനിറ്റ്. ഇതൊരു 16 MB അപ്ഡേറ്റ് ആണ്. ഞാൻ ആപ്പ് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് ഇതാക്കിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 16.21 MB വന്നേക്കുന്നത്. Amazfit TRX2 ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓട്ടോമാറ്റിക് ഫീച്ചേഴ്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും കൊള്ളാം. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ഒരു അപ്ഡേറ്റ് കിട്ടിയത് വെരി മച്ച് ഹാപ്പി. അപ്പോൾ എന്തായാലും ഇനിയും ഇത് ഞാൻ യൂസ് ചെയ്ത് ഒരു 1 വീക്കിന് ശേഷമുള്ള റിവ്യൂ ആയിട്ട് വരാം. കാരണം വേറെയും വാച്ചുകൾ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇതിപ്പം റീസെൻ്റായിട്ട് ഒരു 1 വീക്കിന് മുമ്പ് എൻ്റെ അടുത്ത് കിട്ടിയൊരു വാച്ചാണ്. ഇത് ബോട്ടിൻ്റെ ഒരു വാച്ചാണ്. ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഉടനെ വരുന്നുണ്ട്. ഇത് TRX കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഉടനെ വരുന്നതായിരിക്കും. ഇതൊരു ആംബുലറ്റ് ഇതാണ്. പക്ഷേ ഇത് ആപ്പിളിൻ്റെ കൂടെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഫൈൻ, അതവിട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും യൂസർ റിവ്യൂ എന്തായാലും ഉടനെ കാണാം. ഓ ഗൈസ്, ബൈ.